കാറ്റത്തെ കിളിക്കുണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷിൻ്റെ ആ ബന്ധു വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ അവർക്ക് നിധി പറയും ഞാൻ ചായ എടുക്കാട്ടാന്ന് പറയും. അപ്പോൾ ആ സമയത്ത് നിധിയുടെ കൂടെ സുധീഷും പോകും. എന്താ പറയുന്നത് ആ കടികളൊക്കെ എടുത്തോളാൻ പറയും. എന്നിട്ട് സുധീഷ് ഇങ്ങനെ നാണത്തോടെ പോകുമ്പോൾ ഇളകാണ്ട് നടക്ക് ചായയും കൊണ്ട് മര്യാദയ്ക്കെന്ന് പറയും. അങ്ങനെ ചായ കൊണ്ട് കൊടുക്കും. അപ്പോൾ എന്തോ വട പൊരിച്ചത് ഇങ്ങനെ കൂട്ടത്തിലൊരു അമ്മാവനുണ്ട്, തമാശയും എല്ലാ കാര്യങ്ങളുള്ള ഒരാളാണ്. പറഞ്ഞു ഇത് മോനുണ്ടാക്കിയതാണോ എന്ന് ചോദിക്കും. അല്ല കടയിൽ നിന്ന് വാങ്ങിയാണെന്ന് ഭാസ്കരൻ പറയും. ആ തോന്നി, കടിച്ചാൽ പൊട്ടുന്നില്ലേ എന്ന് പറയും. ഈ വീടിൻ്റെ കഴുക്കോലൊക്കെ അതേപോലത്തെ പണ്ടത്തെ പോലെ തന്നെയാണോ എന്ന് ചോദിക്കും. അല്ല ആഴ്ചയിൽ ഞങ്ങൾ ഊരി മാറ്റി വയ്ക്കണമെന്ന് പറയും. ഭാസ്കരൻ അപ്പം തന്നെ നല്ല മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ അതായത് ഈ പെൺകുട്ടി ഞങ്ങളുടെ മോൾക്ക് നിങ്ങളുടെ മോനായിരിക്കും ഭർത്താവാൻ യോഗ്യൻ, അല്ല അതായിരിക്കും വിധിച്ചത്, അതുകൊണ്ടാണല്ലോ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നത്, ഞങ്ങളുടെ കണ്ടീഷനൊക്കെ ഓക്കെ ആക്കിയതെന്ന് പറയും. അപ്പോൾ നമ്മുടെ സുഭാഷ് ഇങ്ങനെ കണ്ടീഷനോ എന്നിങ്ങോട്ട് ചോദിക്കും. ആ ഞങ്ങളുടെ കണ്ടീഷൻ എന്ന് പറയും. അപ്പോൾ ഇതിനും സുധീഷ് ഇടപെടും. ആ കണ്ടീഷൻ എന്ന് വെച്ചാൽ ചേട്ടാ വിവാഹം എവിടെ നടത്തണമെന്ന് സ്വർണ്ണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയും. ഓ അങ്ങനെയല്ലേ എന്ന് പറയും. ഞങ്ങൾ ഇഷ്ടമുള്ളിടത്ത് വെച്ച് വിവാഹം നടത്താം, അതേപ്പറ്റി പേടിക്കേണ്ടെന്ന് സുധീഷ് പറയും. അതുപോലെ തന്നെ സ്വർണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡിമാൻഡൊന്നും ഇല്ല എന്ന് പറയും. നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയും. ആ അത് മോൾക്ക് ഞങ്ങൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യും മാന്യമായിട്ടെന്നൊക്കെ പറയും. അങ്ങനെ ഒരാഴ്ചയും കൂടെ സമയം പറഞ്ഞ് അടുത്ത ആഴ്ച നല്ലൊരു ദിവസം നോക്കിയിട്ട് എൻഗേജ്മെൻറ്റ് തീരുമാനിക്കുന്നു. അങ്ങനെ അവരവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോകണം. അതിന് ശേഷം കല്യാണം അവർ പോയതിന് ശേഷം സുഭാഷ് അകത്തേക്ക് പോകും. സുഭാഷ് പോകില്ല, എല്ലാവരും കൂടി സംസാരിക്കുന്നു. അല്ലേ കല്യാണം പെട്ടെന്ന് ഇങ്ങനെ നടത്താനൊക്കെ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ വേണ്ടേടാ എന്ന് ചോദിക്കും. ഉണ്ടായിരുന്ന പൈസയൊക്കെ നിൻ്റെ റിസപ്ഷന് വേണ്ടി ചിലവാക്കിയില്ലേ, ഇനി നമ്മുടെ കയ്യിൽ വല്ലതുണ്ടോ എന്നൊക്കെ ചോദിക്കും. എൻ്റെ കല്യാണം സുഭാഷേട്ടൻ നടത്തിയെങ്കിൽ സുഭാഷേട്ടൻ്റെ വിവാഹം ഞാൻ നടത്തും. അതിപ്പോൾ 1000 അല്ല 10,000 അല്ല ലക്ഷം ആയാലും ശരി തന്നെ, അത് ഞാൻ നടത്തിയിരിക്കും. സുഭാഷേട്ടൻ അതേക്കുറിച്ച് പേടിക്കേണ്ടെന്ന് പറയും. സുഭാഷും എന്നും പറഞ്ഞ് അകത്തേക്ക് പോകും. അത് കഴിഞ്ഞ് പിന്നീട് പെട്ടെന്ന് നമ്മുടെ നികേഷിന് വിവാഹം ഉറപ്പിച്ചു എന്ന് അതിൻ്റെകൂടി നികേഷിന് ഭയങ്കര സങ്കടമാവും. നികേഷ് ഇങ്ങനെ കരയിന്. അപ്പോൾ സുധീഷും ഹരീഷൊക്കെ ചെന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. നിധിക്ക് അത് കണ്ടിട്ട് ഒരു വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ സുധീഷ് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നികേഷ് വഴക്കൊക്കെ പറയുന്നുണ്ട്, പെണ്ണുങ്ങളെ റീൽസും കണ്ടിങ്ങനെ ഇരുന്നോ, ഏട്ടത്തി വെറുതെ അല്ല, ഏട്ടത്തിക്ക് ദേഷ്യം വരും, ഒരു ഇഷ്ടം തോന്നുന്നുള്ള ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്നൊക്കെ പറയും. പിന്നെ കല്യാണം തന്നെ അവൾ കഴിഞ്ഞെന്ന് അവൾക്ക് തോന്നിയിട്ടില്ല, പിന്നെയാണ് റീൽസ് കാണണം. ഞാൻ പെണ്ണുങ്ങളെ എത്തിക്കൊന്നുമല്ലല്ലോ പോണത്, പെണ്ണുങ്ങളെ റീൽസ് കാണണമല്ലേ എന്നൊക്കെ പറയും. സുധീഷ് എൻ്റെ അടുത്തേക്ക് ഹരീഷ് കൊണ്ടറിയും. സുധീഷേട്ടാ എന്ന് വിളിക്കും, വീണ്ടും മിണ്ടില്ല. വീണ്ടും സുധീഷേട്ടാന്ന് വിളിക്കും, അപ്പം മിണ്ടില്ല. വേണമെന്ന് ഫോൺ മേടിച്ച് വിളിക്കും. എൻ്റെ ഫോൺ നിന്നെ നീ പേടിച്ചതെന്ന് ചോദിക്കും. പിന്നെ എത്ര തവണ ഇത് തന്നെ വിളിക്കുന്നത്, തനിക്ക് എന്താ മിണ്ടിയാലെന്ന് ചോദിക്കും. നീ വരുമ്പോൾ തന്നെ നിന്നെ തൊഴാനൊന്നും എനിക്ക് പറ്റൂല, നിനക്ക് എന്തായാലും വെച്ചാൽ കാര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞാൽ മതിയില്ലേ എന്ന് പറയും. താനേ വിവാഹം നടത്താമെന്ന് പറഞ്ഞില്ലേ, എന്താ ഉദ്ദേശം തന്നെ, എത്ര ഉണ്ട്, എത്ര ചിലവാക്കും, എൻ്റെ കയ്യിൽ അധികമൊന്നും ഇല്ല, തൻ്റെ കല്യാണത്തിൻ്റെ അടുത്ത് ചിലവാക്കി കാരണം ഇനി എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയും. അപ്പം കല്യാണം നടത്താമെന്ന് ഞാൻ പറഞ്ഞെന്ന് തോന്നിക്കും. താൻ എന്തെടാ വാക്ക് മാറുന്ന, താനല്ലേടാ പറഞ്ഞത് ഇന്നലെ എല്ലാവരും മുന്നിൽ വെച്ച് വിവാഹം നടത്താൻ ചിലവ് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ എന്ന് പറയും. ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ എവിടെ നിന്ന് അത്രയും കാശൊക്കെ എടുത്ത് ചിലവാക്കാൻ. അത് നന്നായി എന്ന് പറഞ്ഞ് സുധീഷ് ഒറ്റയടിക്ക് കാല് മാറും. അപ്പോൾ നികേഷ് പറയും, ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവാഹം നടത്താൻ ചേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹരീഷ് പറയും, കണ്ടോ ഇവനെ ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല, ഇയാളെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നലെ ഇയാൾ പറഞ്ഞ വാക്കല്ല ഇന്ന് പറയണേന്ന് പറയും. എൻ്റെ കയ്യിൽ കുറച്ച് കാശുള്ളൂ, അത് നീ ചോദിക്കണേന്ന് പറയും. എടാ നിൻ്റെ മുതലാളി പോലെയല്ല എൻ്റെ മുതലാളി, അയാൾ കാശൊന്നും മര്യാദയ്ക്ക് തരുന്നില്ല, അല്ലെങ്കിൽ തന്നെ അയാളെ കാല് പിടിച്ചിട്ടുണ്ട് വീണ്ടും ജോലിക്ക് എന്നെ കയറിയതെന്ന് പറയും. അങ്ങനെ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞ് ഒന്നും തള്ളുമായി, വാക്ക് തർക്കമായി, ഇടിയുടെ പൂരായി. ഇടി എന്ന് പറഞ്ഞാൽ നികേഷിന് നിയന്ത്രിക്കാൻ പറ്റാത്ത ഇടിയായി. അപ്പോൾ സുഭാഷ് വന്നു കഴിഞ്ഞിട്ട് രണ്ടാളെയും പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്, നടക്കണില്ല. അപ്പം നിധി വരും. നിധി വന്നിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴും നിർത്തുന്നില്ല. നിധി അടുക്കളയിൽ പോയി കഴിഞ്ഞിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ഒറ്റ എറിയും തറയിൽ. അപ്പോൾ രണ്ടുപേരും ഞെട്ടി അകന്ന് മാറിക്കും. നാണമില്ലല്ലോ നിങ്ങൾക്ക്, പോത്ത് പോലെ വളർന്നിട്ട് വഴക്കുണ്ടാക്കണ്. ഇനി എങ്ങനെ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലല്ല ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല ഏട്ടാന്ന് പറയും. അതുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകും. സുഭാഷ് ഏട്ടനോട് പറയും, സോറി സുഭാഷ് ഏട്ടാ എന്ന് പറയും. അപ്പം നികേഷ് പറയുന്നുണ്ട്, കണ്ടാ രണ്ടുപേരും കൂടെ ഏട്ടത്തിനെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഏട്ടത്തിനെ ഇവിടെ നിന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിനെ ഞാൻ ചവിട്ടി പുറത്താക്കുമെന്ന് നികേഷും പറയും. അങ്ങനെ പ്രശ്നം പിന്നെ കൊണ്ട് സോൾവായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും കൂടെ തല്ലുകൂടുന്നു. അപ്പോൾ സുഭാഷ് പറയും, എടാ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ,
നിധി പറഞ്ഞു പോയത് ഓർമ്മ കണ്ട. നിങ്ങൾ വിചാരിക്കില്ല പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഒരു പെൺകുട്ടിയും കൂടെ ഉള്ള വീടെന്ന് പറയും. പിന്നെ ഈ വീട് പഴയതും ഇങ്ങനത്തെ തന്നെ ആയിരുന്നില്ല, പെട്ടെന്നൊക്കെ നമുക്ക് മാറാമെന്ന് വെച്ചാൽ അത് പറ്റുമോ? അത് ഇവിടെ ഇങ്ങനെയാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ നികേഷ് പറയും, ഏട്ടത്തി എനിക്ക് ദേഷ്യം വന്ന് ഏട്ടത്തി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയണില്ല ഏട്ടാന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ നിധി അവിടെ വന്ന് ഇങ്ങനെ വാതിക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പ്രമോ ഭാഗങ്ങളാണ്. പ്രമോയിലാണെങ്കിൽ സുഭാഷിൻ്റെ ആ പെൺകുട്ടി റെസ്റ്റോറൻറ്റിലേക്ക് വിളിക്കുന്നു. രണ്ടുപേരും കൂടെ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഡിമാൻഡുകളൊക്കെ ഇങ്ങനെ പറയുന്നത്, ആ ഡിമാൻഡ് എന്താണെന്ന് വീണ്ടും ചോദിക്കും നമ്മുടെ സുഭാഷ്. അപ്പോൾ പറയും, ഇനി വേറെ വീടെടുത്ത് വേറെ വിവാഹം കഴിഞ്ഞാൽ വേറെ വീടെടുത്ത് താമസിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ആര് പറഞ്ഞു എന്നറിയും, അനിയന്മാർ സമ്മതിച്ചല്ലോ എന്നറിയും. പിന്നെ കാണിക്കുന്നത് സുഭാഷ് വീട്ടിൽ വന്നിട്ടുണ്ട്. സുഭാഷ് വീട്ടിൽ വന്ന് നികേഷിനെയാണെന്നുകൊണ്ട് ഷർട്ടിൻ്റെ കോളർമ പിടിക്കുന്നുണ്ട്. എടാ, നിങ്ങളുടെ ചേട്ടൻ്റെ കല്യാണം കഴിയാത്തതിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും, സമ്മതിച്ച് എന്ന് വെച്ചിട്ട് എൻ്റെ അനിയന്മാരെ വിട്ടിട്ട് എനിക്കൊരു ജീവിതമില്ല. ഇതിപ്പോൾ പറയുന്നു ഞാൻ, ഈ വിവാഹം ഇത്ര നാൾ നിങ്ങൾ ഏത് വിവാഹം കൊണ്ടുവന്നാലും ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ പറയുന്നു, ഈ വിവാഹം നടക്കില്ല, ഈ വിവാഹം എനിക്ക് വേണ്ട എന്നങ്ങോട്ട് തീർത്ത് പറയുന്നതോടെയാണ് എപ്പിസോഡിൻ്റെ പ്രൊമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.